ഡയറക്റ്റ് കൊണ്ടുപോയി കത്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ LED എല്ലാം കത്തിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ Scorio ലൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്ട്രിപ്പ് ലൈറ്റ്സിനെ കുറിച്ച് ഒരുപാട് കസ്റ്റമേഴ്സിന് സംശയങ്ങളുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് ഷാനിദിക്ക് എടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫാൾ സീലിംഗ് ചെയ്യുമ്പോൾ ആവട്ടെ, അല്ലെങ്കിൽ മിറർ ലൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നമ്മളിപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രൊഫൈൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അതിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പല ആളുകൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റോൾ സ്ട്രിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് എത്ര മീറ്റർ കൊടുക്കണം എന്നുള്ളൊരു കേസ് വരുമ്പോൾ അതിലോട്ട് എത്ര ഡ്രൈവാണ് കൊടുക്കേണ്ടത്, എത്ര ആംബിയറിൻ്റെ ഡ്രൈവ് കൊടുക്കണം, എങ്ങനെ കൊടുത്താലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ബ്രൈറ്റ്നെസ് കിട്ടുക എന്നുള്ളത്. നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഡ്രൈവ് മുതൽ, ചെറിയ ആംബിയർ വരുന്ന ഡ്രൈവ് മുതൽ കൊടുക്കാൻ പറ്റും ശരിക്കും. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട്, ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു വാട്ട്സ് ഉണ്ട്, അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എത്ര ആംബിയറിൻ്റെ ഡ്രൈവ് കൊടുക്കും, അതിനെക്കുറിച്ചാണ് പല ആളുകളും സംശയമായിട്ട് നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണും. മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ട് ഓരോ വാട്ട്സിലും അതേപോലെ തന്നെ ഓരോ രീതിയിലുള്ള സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫൈലിൽ കൊടുക്കുന്ന ലൈറ്റ് എന്ന്. പ്രൊഫൈലിൽ കൊടുക്കുമ്പോൾ നമുക്ക് 240 LED വരുന്ന സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നോർമൽ കോവുകളിൽ നമ്മൾ കൊടുക്കുന്നത് 60 LED വരുന്ന ഇതാണ് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 120 LED, 180 LED എല്ലാം വരുന്ന സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. വ്യത്യസ്ത അപ്ലിക്കേഷനുകളാണ് ഉള്ളത്. ഓരോന്നും ഓരോ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നോർമലി സ്ട്രിപ്പ് ലൈറ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ LEDക്ക് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വാട്ട്സ് കൺസപ്ഷനും കാര്യങ്ങളൊക്കെ വരിക. നമുക്ക് 2835 ഉണ്ട്, 4040 ഉണ്ട്, 5050 ഉണ്ട്. ഓരോന്നും ഇപ്പോൾ 2835, 4040, 5050 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സിൽക്കണിൻ്റെ ഇതാണ് വരുന്നത്, ഡയമെൻഷനെയാണ് കാണിക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലുള്ള വലുപ്പത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. സ്ട്രിപ്പിൽ ഓരോ LEDയിലും അതിൻ്റെ വ്യത്യസ്തമായ സൈസുകളായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ നമ്പറിങ് വരുന്നത്. 2835, അതേപോലെ 5050, 4040 എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. ഇത് എല്ലാം വരുന്നത് DC-യിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നോർമൽ 220-യിലോട്ട് നമുക്കിതിനെ ഡയറക്റ്റ് കൊണ്ടുപോയി കത്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ LED എല്ലാം കത്തിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. AC-നെ DC-യിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഡ്രൈവുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് എത്ര ആംബിയറിൻ്റെ ഡ്രൈവ് കൊടുക്കണമെന്നുള്ളതാണ്. നോർമലി നമുക്ക് വരുന്നത് ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2 ആംബിയറിൻ്റെ ഡ്രൈവ് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 24 വാട്ട്സാണ്. അതായത് ഒരു ആംബിയർ എന്ന് പറയുന്നത് 12 വാട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 10 ആംബിയർ വരുന്ന സമയത്ത് 120 വാട്ട്സ് വരും. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പ്, നമ്മളിപ്പോൾ ഏത് കമ്പനിയുടെ സ്ട്രിപ്പ് വാങ്ങിയാലും നമ്മൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യണം, എത്ര വാട്ട്സ് ആണ് അതിൻ്റെ കൺസപ്ഷൻ എന്ന് ചോദിക്കണം. ഇപ്പോൾ 2835 വരുമ്പോൾ നോർമലി നല്ല ബ്രാൻഡുകൾക്കൊക്കെ വെറും 5 വാട്ട്സ് മാത്രമാണ് കൺസപ്ഷൻ വരുന്നത്. അത് അങ്ങോട്ട് പോയിട്ട് 6-7 വാട്ട്സുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ 4040, 5050 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് 14-12 വാട്ട്സുകളാണ് പെർ മീറ്ററുകൾ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഒരു 5 വാട്ട്സ് വരുന്ന, ഒരു മീറ്റർ 5 വാട്ട്സ് വരുന്ന ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമ്മുടെ കോവിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 5 മീറ്ററാണ്. അതല്ലെങ്കിൽ നമ്മളെ പ്രൊഫൈലിൻ്റെ കേസിൽ നമുക്ക് ഡബിളാണ് വരിക. നമ്മൾ 240 LED വരുന്ന ലൈറ്റാണ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ വാട്ട്സിൽ വ്യത്യാസം ഉണ്ടാവും. ഇതിൽ നമുക്ക് വരിക 240 ഒക്കെ വരുമ്പോൾ നമുക്കൊരു 20 മുതൽ 25 വാട്ട്സ് വരെ ആയിരിക്കും ഇതിൻ്റെ കൺസപ്ഷൻ വരിക. അപ്പോൾ അങ്ങനത്തത് വരുന്ന സമയത്ത് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് നമ്മൾ ഓരോ സ്ട്രിപ്പ് ലൈറ്റും നമുക്കൊരു പെർ മീറ്ററിൽ കൺസപ്ഷൻ നടത്തുന്ന വാട്ട്സ്, അതായത് ഇപ്പോൾ 5 വാട്ട്സ് ആണെങ്കിൽ 5, അതിൻ്റെ 5 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 25 വാട്ട്സ് ആയിരിക്കും ടോട്ടലായിട്ട് നമ്മുടെ ഈ ഒരു റോൾ എടുക്കും. അങ്ങനെ ആവുമ്പോൾ 25 വാട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്ക് നോർമലി നമ്മൾ പറഞ്ഞു ഒരു ആംബിയർ എന്ന് പറയുന്നത് എന്താണ്, 12 വാട്ട്സാണ്. അപ്പോൾ ഈ ഒരു 12 വാട്ട്സിൻ്റെ 2 ആംബിയർ കൊടുത്താൽ 24 വാട്ട്സായി. അപ്പോൾ നമുക്കൊരു 2 ആംബിയറിൽ ഈ ഒരു സ്ട്രിപ്പിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ പറയുന്നത് നമുക്ക് 25 വാട്ട്സ് സ്ട്രിപ്പ് ലൈറ്റ് ടോട്ടലായിട്ട് 5 മീറ്റർ എടുക്കുകയുള്ളൂ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 24 വാട്ട്സ് കിട്ടും. ഒരു ഇതിൻ്റെ കുറവേ ഉള്ളൂ, നമുക്ക് കുഴപ്പമില്ല, ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ നേരെ മറിച്ച് ഒരു 4040യുടെ സാധനമാണെങ്കിൽ നമുക്ക് 2 ആംബിയർ പോരാ.
കാരണം അതിൻ്റെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 10 വാട്ട്സിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 60 വാട്ട്സിൻ്റെ അടുത്തെത്തും നമുക്ക് ഒരു ഫുൾ റോൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സാധനം നമുക്കൊരു ഫുൾ റോൾ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ 5 ആംപിയറിൻ്റെ ഡ്രൈവ് കൊടുക്കണം. 5 ആംപിയറിൻ്റെ ഡ്രൈവ് ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് 3 ആംപിയർ കൊടുത്താലും 2 ആംപിയർ കൊടുത്താലൊക്കെ വർക്കാവും, പക്ഷേ ഹീറ്റ് ആവുന്ന പ്രോബ്ലം ഉണ്ടാവും. അതേപോലെ തന്നെ കറക്റ്റ് ബ്രൈറ്റ്നസ് കിട്ടില്ല. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഇത്രയും ചിലവാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ബ്രൈറ്റ്നസ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ബ്രൈറ്റ്നസ് കിട്ടൂല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡ്രൈവിലും നമ്മൾ ഉള്ളത് പല കമ്പനികൾക്ക് പല രീതിയിലാണ് ഡ്രൈവുകൾ വരിക. ഇപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ഡ്രൈവാണ്, ഇത് നോർമൽ വരുന്ന മെറ്റൽ ഡ്രൈവാണ്. അപ്പോൾ ഓരോന്നിനും ഔട്ട്പുട്ടിൽ കമ്പനികൾക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. വാങ്ങുന്ന സമയത്ത് എപ്പോഴും നല്ല ബ്രാൻഡുകൾ നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. അതിലാകുമ്പോൾ നമുക്ക് ആ പറയുന്നത് ശരിക്ക് അത്രയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. മറ്റേതുപോലത്തെ കുറഞ്ഞ ലോക്കൽ കമ്പനികളാകുന്ന സമയത്ത് നമുക്ക് ആ പേപ്പറിൽ മാത്രമേ കാണുകയുള്ളൂ ഇത്ര വാട്ട്സ് എന്നുള്ളത്. പക്ഷേ കറക്റ്റ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, അത്രയും ഔട്ട്പുട്ട് കിട്ടൂല. കാരണം അത് എന്തായാലും പ്രൈസിങ് നോക്കിയിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രൈസ് കുറവാകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കോമ്പോണൻസ്, റെസിസ്റ്റർ ആയിക്കോട്ടെ, കപ്പാസിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ സാധനങ്ങളായിക്കോട്ടെ, എല്ലാ ഐറ്റംസുകളും എന്താണുള്ളത് കറക്റ്റ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക. മറ്റേതാവുമ്പോൾ നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ വേണേലും കുറക്കാൻ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടൂല എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഏത് കമ്പനി എവിടെ നിന്ന് വാങ്ങിയാലും ശ്രദ്ധിക്കുക, നല്ല സാധനങ്ങൾ, പരമാവധി നല്ല സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങുക. അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ടും കാര്യങ്ങളും എല്ലാം അതിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 240 കേസ്, 240 LED നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20ൻ്റെ മുകളിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഡബിൾ ആക്കിയിട്ട് കൊടുക്കുക. 1 മീറ്റർ നമ്മൾ 240 LED സ്ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ 2 ആംപിയറിൻ്റെ ഡ്രൈവ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. ഇതിലിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗം ഇതാണ്. 1 ആംപിയർ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ എടുത്തേക്കുന്ന സ്ട്രിപ്പിൻ്റെ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ 12 വോൾട്ട്. 12 വോൾട്ട് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എത്ര കൊടുക്കണം എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്ക് കിട്ടും. കാരണം 12 വോൾട്ടാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ അതിൻ്റെ 12 വോൾട്ട് വെച്ചിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ ടോട്ടൽ വാട്ട്സിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റായിട്ട് എത്ര ആംപിയർ കൊടുക്കണം എന്ന് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാ നോർമൽ സ്ട്രിപ്പുകളാണെങ്കിൽ 1 മീറ്റർക്ക് 1 ആംപിയർ എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുക. അത് 240 പോലത്തെ സംഭവങ്ങളാകുമ്പോൾ 1 മീറ്റർക്ക് 2 ആംപിയർ എന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പോഴും നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങളുടെ ഈ ഒരു സംശയത്തിന് ഒരു സൊല്യൂഷൻ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് കോൾ ചെയ്യാം, നമ്മുടെ അടിയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താലും നമുക്ക് അതിൻ്റെ റിപ്ലൈകൾ ചെയ്തു തരാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ലൈറ്റിംഗ് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഏത് സ്റ്റോറിൽ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളും പറഞ്ഞു തരും. അത് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഓരോ മെമ്പർമാരും നമ്മുടെ ടീം അതിനുവേണ്ടി സജ്ജമാണ്. നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും സംശയങ്ങൾ ചോദിക്കാം, നമ്മൾ അതുമായിട്ടുള്ള നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്തായാലും പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടുതൽ സാധനങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെ ഓരോ സാധനങ്ങളും എത്രത്തോളമാണ് കിട്ടുന്നത് എന്നുള്ളതും അതേപോലെ ഓരോന്നും ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും നമ്മളെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഓരോ കമ്പനിയെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഓരോരുത്തർ കൊടുക്കുന്ന ഓരോ സാധനത്തിനെ കുറിച്ചും നമുക്ക് എത്ര വാട്ട്സ് ആണ് എടുക്കുന്നത്, എത്രയാണ് ഡ്രൈവുകൾ കൊടുക്കേണ്ടത്, എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഷോറൂം സന്ദർശിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.